ഹായ് ഗായ്സ്, ഇന്നിതാ സ്പെഷ്യൽ ഡേ ആണ്. ബട്ട് അത് ഭയങ്കര വിഷമമുള്ള ദിവസം കൂടിയാണ് ഞങ്ങൾക്ക്. ആക്ച്വലി ഇന്ന് എൻ്റെ അച്ഛൻ അബ്രോഡേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇടുന്നത് 3 മന്തിന് ശേഷം കേട്ടോ. കറക്റ്റ് പറയണേ, മാർച്ച് 23 അച്ഛൻ പോയത്. ഞാനിപ്പോൾ ഇത് 24 ജൂൺ 24 ഇടുന്നത്. അപ്പോൾ അതാ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് വീഡിയോ അച്ഛനും അമ്മേൻ്റെ സെലിബ്രേഷൻ, ലൈക്ക് ഞങ്ങൾ അഡ്വാൻസ് ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടോ ഇത് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ഇതാ ചെറിയ ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറിയ പലഹാരങ്ങളൊക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ ഊട്ടി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്നൊരു സ്ഥലം, എടപ്പള്ളി, കൊച്ചി എടപ്പള്ളി. നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു റോഡിലേക്ക് പോകുന്നൊരു നല്ലൊരു നിൽക്കാൻ പറ്റിയ ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ റൂംസായിരുന്നു ഞങ്ങൾ എടുത്തത്. പക്ഷേ സ്ഥലങ്ങളൊക്കെ ഭയങ്കര നൈസ് വൈബൊക്കെ ആയിരുന്നു. ഭയങ്കര സ്പേസ് ആയിരുന്നു എല്ലായിടത്തും നടക്കാനും ഊഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ സർവീസ് അബദ്ധമായിരുന്നു, പക്ക അബദ്ധമായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ രാവിലെ എന്താ എനിക്കും പീരീഡ്സ് ടൈമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്താ ഫുഡൊക്കെ വാരിത്തരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ റെഡിയായി ഫുഡൊക്കെ ലൈക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച്. പിന്നെ ഞാനും അമ്മയും അച്ഛനും കൂടെ കേട്ടോ ഊബറെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ചേച്ചീൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും ഫ്രണ്ട്സ് അങ്ങനെ ഒരുമിച്ച് വണ്ടിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സ്ഥലത്തെത്തി. ശരിക്കും ഒരു ഒരു ഇടിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇട്ടിട്ടും വെറുതെ നെഞ്ചിങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു. ചെറിയ വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയാൻ പാടില്ല, കാരണം കരഞ്ഞ അച്ഛൻ ഭയങ്കര ഡൗൺ ആവും. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ എവിടെയൊന്നും കരഞ്ഞില്ല. ഒരു രീതിയിൽ അച്ഛൻ ഇങ്ങനെ കരഞ്ഞ് കാണിക്കുന്നപ്പോൾ ഞങ്ങൾ കൂടെയും കൂടെ കരഞ്ഞ് കാണിക്കണില്ല, കാരണം ടെൻഷനാവും, ആൾ കുറച്ചും ഡൗൺ ആവാൻ ചാൻസസ് ഉണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് പിന്നെ ആ ഒരു സ്പേസ് കാണുമ്പോൾ തന്നെ ഒരു ഇത്ര സെക്കൻഡ്സ് ഇത്ര മിനിറ്റുകളേ ഉള്ളൂ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് അച്ഛനെ എനിക്കൊന്നാമത് വയറുവേദനയായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് ഓരോരോ കളിയൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛനെ ഇടങ്ങാറാക്കുന്നുണ്ട്. അച്ഛൻ മാക്സിമം മാറ്റി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എവിടേക്കോ പുള്ളിക്കാരന് ടെൻഷൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സെക്കൻഡ്സും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെയാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് സൈലൻ്റ് ആയി പോകുന്നുണ്ട്, ഇടയ്ക്ക് ചിരിക്കും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അച്ഛൻ എന്താ പറയുക, അച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ആൾ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോരോ ചെറിയ മൊമെൻറ്റ്സിൽ ഞങ്ങൾ കൂടെ നിന്ന ഒരാളായിരുന്നു കേട്ടോ. അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആൾ പോവാന്ന് പറയുമ്പോൾ അത് വലിയ ടെൻഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെതാ ആ സമയം വന്നെത്തി. ഞങ്ങളിതാ ആളിതാ പോയിക്കൊണ്ട് നിൽക്കുന്നു. ആൾ മാക്സിമം ഭയങ്കര ഷോ ആക്കി കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ചിരിച്ചിട്ടൊക്കെ എൻ്റെ അമ്മ ഇത് ഓടിച്ചെന്ന് സഹായിക്കണം ചേട്ടാ എന്നുള്ള പോലെ അഭിനയിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതാ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാം കേട്ടോ, വാ പോവാന്നൊക്കെ പറഞ്ഞപ്പം എന്നെ കൊണ്ട് പെട്ടിടിപ്പിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കണം നിങ്ങൾ പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ അച്ഛൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആളെ കുറച്ച് സിംഗിൾസ് എടുത്തിട്ടോ. ആൾക്ക് ഫോണിൽ കാണാമെന്ന് വെച്ചിട്ട് കുറച്ച് നല്ല ഹെവി ലുക്കിലൊക്കെ ഞാൻ പറഞ്ഞു വിട്ട്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഇടയ്ക്ക് ഞാൻ കുറച്ച് സിംഗിളായിട്ട് എടുത്ത് ഇനി ഏതെങ്കിലും കാലത്ത് ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇടാലോ എന്ന് കരുതിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതാ ക്യൂവിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അമ്മ ചെറിയ ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാലാൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. മാക്സിമം നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത്. പിന്നെ അത് കാണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഞങ്ങൾ 3 പേരും ഉറപ്പിച്ചതാണ് കരയില്ല, അച്ഛൻ പോകുന്നവരെ കരയില്ല, പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒക്കെ ബൈ ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് അങ്ങനെ യാത്ര പറച്ചിലാണ്. കഞ്ഞൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തത് അപ്പോഴത്തേക്ക് കുറച്ച് ഇമോഷണലൊക്കെ ആവുന്നത് ഞാൻ പിടിച്ചു വെക്കുന്നുണ്ട്. പിന്നെ അമ്മ ഏതാ ഒരു ഷെയ്ക്കാൻ്റെ ഒതുക്കിയിട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഉമ്മ കൊടുത്തോണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അങ്ങനത്തെ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ യാത്ര പറഞ്ഞ് അമ്മ ഒരു ഉമ്മ കൊടുത്താലോ എന്നുള്ളവർ ഉമ്മ കൊടുത്ത അമ്മ അതിൻ്റെ ഭയങ്കര ചമ്മൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ടാറ്റ പറയുമ്പോൾ കരയുന്നുണ്ട്, ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുഖത്ത്. പക്ഷെ പിടിച്ചു വെച്ചു, അതാണ് ഏറ്റവും ക്ലച്ച്, പിടിച്ചു വെച്ച് കളഞ്ഞ്. പക്ഷെ അത് ഓക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തേക്കും ഞാൻ കരയാതെ പിടിച്ചിട്ട് ടാറ്റയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ നടന്നു പോകുന്നുണ്ട് ഒരാൾ. ചെറിയ ടെൻഷൻ തന്നെയാല്ലായിരുന്നു വലിയ ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. പിടിച്ചു വെച്ച് മാക്സിമം എനിക്ക് ആവണില്ല. അപ്പോഴത്തേക്ക് ഞാൻ പൊട്ടിക്ക് തുടങ്ങി. അപ്പോഴത്തേക്ക് അമ്മ തട്ടുന്നു കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം പിടിക്കുക, എന്നെ കരയെ സമ്മതിക്കുന്നില്ല. പിന്നെ ആളത് അകത്തേക്ക് പോയി തുടങ്ങിയിട്ടോ, എന്തായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആൾ ഓക്കെ, ആളെല്ലാം കണ്ടങ്ങ് ചെയ്യുന്നുണ്ട്. ആൾ അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് വെയിറ്റിംഗ് ആയിരുന്നു, എന്താണ് സംഭവിക്കുന്നത്, ഉള്ളിൽ എന്തായി.
പിന്നെ അകത്ത് അച്ഛനെ കാണും തോറും ഞാനും ചേച്ചിയും അമ്മയും കരഞ്ഞു കൊടുക്കും. ഞാനും ചേച്ചിയാണ് കരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. തിരിഞ്ഞ് പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓക്കെ ആയി. കാരണം ആൾ സംസാരിച്ചു, അച്ഛനും അകത്തുനിന്ന് ഞങ്ങളെ വിളിച്ചപ്പോഴത്തേക്ക് സംസാരിച്ചു. ആൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, എല്ലാം ശരിയായിട്ട് പുള്ളി ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോകണില്ല, ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അച്ഛൻ അവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ഫ്ലൈറ്റിൽ കയറുന്നേരം നിൽക്കാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ നിൽക്കണം. പക്ഷേ പിന്നെ ഞങ്ങൾ വെച്ച് എന്നിട്ട് കാര്യമില്ല, ഇനി എന്തായാലും കാണില്ല. പക്ഷേ ആൾ ക്യൂ തന്നെയാണ് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് എയർപോർട്ടിൽ. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ ആൾ പോകുന്നത്. അപ്പം ഫ്ലൈറ്റിന് അത്യാവശ്യം ടിക്കറ്റ് റേറ്റ് കുറഞ്ഞ സമയം തോന്നുന്നു നേരം. അപ്പം അങ്ങനെ അമ്മേൻ്റെ താലി ഞാൻ ശ്രദ്ധിച്ചിട്ടോ, കാരണം എന്തോ എനിക്ക് അന്ന് താലി എന്നിട്ട് നോക്കണം തോന്നി. പിന്നെ അകത്തെത്തിയപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ ദൂരം അച്ഛൻ നിൽക്കുന്ന കാണത്തോണ്ട് ഞങ്ങൾ വേറൊരു ഐഫോണിൽ ജസ്റ്റ് നോക്കിയിട്ട് നോക്കുക. എന്നിട്ട് അപ്പോഴത്തെ അച്ഛൻ ഇങ്ങോട്ട് ഫോണും കൊണ്ട് വന്ന് നമ്മൾ സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല, ക്യൂ ആണ്. അച്ഛൻ എല്ലാം നോക്കിയും കണ്ട് ചെയ്യും. നമുക്കൊരു ടെൻഷനായിരുന്നു, ആൾക്ക് ടെൻഷൻ ഉണ്ടാവുമോ, എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമോ എന്നുള്ള കാര്യം. പക്ഷേ ആൾക്ക് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ടൈം ആണ് ആൾ പോകുന്നെങ്കിൽ പോലും നല്ലൊരു ഗ്യാപ്പിലാണ് ആൾ വീണ്ടും പോകുന്നത്. നിങ്ങൾ ഫോൺ ചെയ്തിട്ടോ അച്ഛൻ വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ അച്ഛൻ പറഞ്ഞു പൊക്കോ, കുഴപ്പമില്ല, ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യം കാണാൻ പറ്റില്ല. അങ്ങനെതാ തിരിച്ചു പോവുക ഞങ്ങൾ. പക്ഷേ ഈ ഒരു ഫീൽ ഒരു സ്പെഷ്യലായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലാഗ് ഇങ്ങനെ നിൽക്കുന്നത്, ആ ഒരു ഫ്ലൈയിങ് ചെയ്യുന്ന കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമുക്കിങ്ങനെ. എനിക്കിങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു അടിവായിരുന്നൊരു കത്തലൊക്കെ ആയിരുന്നു അങ്ങനെ കണ്ടപ്പോൾ. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗായ്സ്.